ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു വെക്കുക. നല്ല റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടണോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ രാവിലെ തന്നെ എന്താ അലക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാൻ രാവിലെ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ തന്നെ 4 മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് അലക്കാൻ വേണ്ടിയിട്ട് മെഷീനിലിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് കല്ലിലും അലക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് ആറിയിടുകയാണ് കേട്ടോ. ഇന്ന് റഫീഖക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഈ ഒരു 6:30 6:45 ആകുമ്പോഴത്തേക്കും 7 മണീൻ്റെ ഉള്ളിൽ എന്തായാലും വരും. 6:30 ആകുമ്പോഴത്തേക്കും വരും എന്തായാലും. അപ്പോഴത്തേക്കും എൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഒന്ന് തീർക്കട്ടെ. പിന്നെ കാപ്പി ഉണ്ടാക്കണം അങ്ങനെയൊക്കെ. പിന്നെ ഇങ്ങനെ നമ്മൾ രാവിലെ നേരത്തെ എണീക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മുടെ പ്രഭാതശീലങ്ങൾ നമ്മളെ ലൈഫിനെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. നമ്മളെ മൈൻഡൊക്കെ നല്ല കൂളാക്കിയിട്ട് വെക്കും, നല്ല പോസിറ്റീവ് മൈൻഡാക്കിയിട്ട് വെക്കും. അത് ശാസ്ത്രങ്ങൾ പോലും തെളിയിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ എണീറ്റ ഉടനെ എന്തെങ്കിലും ഏത് മതസ്ഥരായാലും ചെറിയൊരു പ്രയറും കാര്യങ്ങളും ഫ്രഷ് ആവലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഫ്രീ മൈൻഡഡ് ആവും കേട്ടോ. അത് തന്നെ നമ്മളെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനും എന്താ പറയുക ആ ഒരു ഡേ അടിപൊളിയാകാനും നല്ല എന്താ പറയുക ഫ്രീ ആയിട്ട് നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകാനും നല്ല രീതിയിൽ ഇടപഴകാനും ഒക്കെ നമുക്കൊരു ആ ഒരു മൈൻഡ് സെറ്റ് ആവും കേട്ടോ നമുക്ക്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ടൈം കിട്ടും നമ്മളാവശ്യത്തിന് വേണ്ടിയിട്ടും. ബാക്കിയുള്ളവർക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടൈം നമുക്ക് കിട്ടും. ഇപ്പോൾ തന്നെ എൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞു. ഞാൻ ഓക്കെ ആയി. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ് അടുത്തത് അല്ലേ. ഇപ്പോൾ വൈകി എണീക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനൊന്നും സമയം കിട്ടില്ല. നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം, കുട്ടികളെ പറഞ്ഞാക്കണം, ഹസ്ബൻഡിനെ പറഞ്ഞേക്കണം. അങ്ങനത്തെ നമ്മളെ എന്താ പറയുക ബിസി ഷെഡ്യൂളിലേക്ക് നമ്മളങ്ങ് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് എന്താ പറയുക വൈകി 6 മണിക്കൊക്കെ എണീക്കുന്നവരാണെങ്കിൽ ഒരു അരമണിക്കൂർ നേരത്തെ ആക്കുക. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് താനേയും മനസ്സിലാവും കേട്ടോ. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. വൈകി എണീക്കുന്ന ആളായിരുന്നു. 6 മണിക്ക് എണീറ്റാലും പിന്നെയും കിടക്കും, ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും കിടക്കും, നമസ്കാരം എല്ലാം വൈകി പോവും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഭയങ്കര മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്ത്. അതിന് ശേഷം ഇത് ഞാൻ അൽഹംദുലില്ലാ എന്താ പറയുക തുടർന്നുകൊണ്ട് പോവാനാണ് എനിക്കിഷ്ടം. അങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. അത് നമ്മൾ ചെയ്താലല്ലേ ഒരു മാസം നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് ഫോളോ ചെയ്യും. അതിൻ്റെ ആ ഒരു സുഖം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതിൽ എൻ്റെ എക്സസൈസും കൂടെ വരും. പക്ഷേ ഇപ്പം ഞാൻ എക്സസൈസ് കാര്യങ്ങളൊന്നും ചെയ്യാത്തത്, നടക്കാനൊന്നും പോവാത്തത്, ചെറിയ കോൾഡും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ചെറിയ ചുമ കാര്യങ്ങളൊക്കെ മാറി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് രാവിലെ എക്സസൈസും കൂടെ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് ഒന്നും കൂടെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, നല്ല എനർജറ്റിക് ആയിട്ടിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കണം കേട്ടോ. എന്തെങ്കിലും വെറും ചായ അങ്ങനെയല്ല, അതിൻ്റെ കൂടെ ആണെങ്കിൽ ഇനിയിപ്പോൾ വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ അങ്ങനെ വെള്ളം കുടിക്കുക. നമ്മൾ എണീറ്റ ഉടനെ ഒരു കപ്പ്, ഞാനിപ്പോൾ കുടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യുക. എല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തൂല. അപ്പോൾ ഒരു കപ്പ് വെള്ളം നോക്കി, അത് ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ വെള്ളം കൂടി ഒരു ശ്രദ്ധയിൽപ്പെടുത്താത്തവരുണ്ട് കേട്ടോ. അവർ ശ്രദ്ധിച്ച് ഇനിയിപ്പോൾ ഒരു ടൈമൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു ഫോണിലൊരു അലാറം സെറ്റ് ചെയ്യാൻ നോക്കുക അതിനൊക്കെ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ അങ്ങനെ മറന്നു പോകുന്നവർ കേട്ടോ. ചിലർക്ക്, എനിക്കൊക്കെ അതൊരു എന്താ പറയുക, അത് കുടിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല, അവരെന്തായാലും ഓൾറെഡി കുടിക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ അങ്ങനെ അല്ലാത്തവർ ശ്രദ്ധിച്ച് ഓർമ്മയിൽ വെച്ച് തന്നെ അത് ചെയ്യുക. എന്നിട്ട് കൗണ്ട് ചെയ്ത് വെക്കുക നമ്മൾ ഒരു ദിവസം എത്ര വെള്ളം കുടിച്ചു എന്നുള്ളത് കേട്ടോ. നമ്മളെ പല അസുഖങ്ങളും അതിലൂടെ പോകും, കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ കാപ്പി റെഡി ആയിട്ടുണ്ട്. എഗ്ഗും ഇതാ ഞാനൊരു വിസിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് എഗ്ഗ് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടുപ്പിച്ചെടുത്തു കേട്ടോ. എയർ പോകുന്നതിന് മുമ്പ് ഞാൻ എടുത്തു. അപ്പോൾ നമുക്കിങ്ങനെ ഹാർഡായി പോകില്ല കേട്ടോ. എയറെല്ലാം പോയി 2 വിസിലടിച്ച് എയറെല്ലാം പോയി കഴിഞ്ഞിട്ട് തുറക്കാൻ വേണ്ടി നിൽക്കണ്ട. ഹാർഡായിട്ട് കഴിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ, സോഫ്റ്റായിട്ട് കഴിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ മുമ്പ് എടുക്കാം കേട്ടോ. എയർ പോകുന്നതിന് മുമ്പേ എടുത്താൽ നല്ല ഇങ്ങനെ സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും എഗ്ഗിൻ്റെ. പിന്നെ നമ്മളതിങ്ങനെ മുട്ടിയിട്ട് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് തൊലി കളഞ്ഞ്, അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞ് എടുക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ എഗ്ഗ് തൊലി കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗേറ്റ് തുറക്കുന്ന ഒച്ച കേട്ടോ റഫീഖ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം ഡോറ് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്.
സമയം 6:30 കേട്ടോ, 6:30 ആയിട്ടുള്ളൂ. ചിലപ്പം 6 മണി അല്ലെങ്കിൽ 6:30 6:45 ഉള്ളിലാണ് കേട്ടോ റഫീഖ നൈറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ടൈം. അപ്പോൾ ആ ഒരു സമയത്തേക്കും ഞാൻ എൻ്റെ കുറച്ച് ഇങ്ങനത്തെ ബിസി കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു വെക്കും. ഇന്നിപ്പോൾ ഒരു മൂടിയ കാലാവസ്ഥയാണ് കേട്ടോ, ഒരു മഴ ചാറൽ. ഞാൻ എണീറ്റപ്പോൾ മഴ ചാറലുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് മുറ്റം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു മൂടലാണ്. അങ്ങനെ ആ മൂടലൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കൊരു ചായ കുടിക്കുക അങ്ങനെയൊക്കെ തോന്നും കേട്ടോ, കുടിക്കേണ്ടി വരും. കാര്യം ആ ഒരു തലവേദന ഉള്ളവർക്ക് തലവേദന, മൈഗ്രെയിന് അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ മൂടി നിൽക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമുക്കൊരു എന്താ പറയുക, ആ ഒരു കോൾഡൊന്നും അങ്ങോട്ട് പെട്ടെന്ന് ഉള്ളവർക്ക് പെട്ടെന്ന് മാറി കിട്ടൂല. അപ്പം നല്ല ചൂടുള്ള വെള്ളം അങ്ങനെയൊക്കെ കുടിക്കാൻ തോന്നും കേട്ടോ. കുടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സൗണ്ടും ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ ഇതാ ഞാൻ എനിക്കും റഫീഖയ്ക്കും ഉള്ള കാപ്പി എടുത്തു. വാവ എണീറ്റിട്ടില്ല കേട്ടോ, വാവ എണീക്കുമ്പോഴാണ് കാപ്പി കുടിക്കാം. അപ്പോൾ എഗ്ഗും കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ ഒട്ടും ഫ്രീ ടൈം കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തലേദിവസം എന്തെങ്കിലും നമ്മൾ രാത്രി അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെക്കാം. ഇപ്പോൾ കഴിഞ്ഞ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ മുരിങ്ങയിലെ കറി 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് കറി ഉണ്ടാക്കാം, പക്ഷേ മുരിങ്ങയില നുള്ളണമെങ്കിൽ അരമണിക്കൂർ വേണമെന്ന് അതിൽ കമൻറ്റ് കണ്ടു കേട്ടോ. കറക്റ്റ് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അത് ഞാനത് തലേദിവസം നുള്ളി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം കഴുകിയിട്ട് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈസി അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ടൈമില്ലാത്ത എപ്പോഴാണ് നമുക്ക് വൈകുന്നേരം ടൈമില്ലെങ്കിൽ രാവിലെ ചെയ്യുക. രാവിലെ ആണ് നമുക്ക് ഒരു ബിസി കാര്യങ്ങളൊക്കെ ഭയങ്കര തിരക്കിട്ട് ചെയ്യുന്ന അങ്ങനത്തെ ആണെന്ന് വെച്ചാൽ നമ്മൾ അതിലൊരു മാറ്റങ്ങൾ വരുത്തിയിട്ട് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് മുരിങ്ങയില ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്ത് വെക്കാനോ തൊലി കളഞ്ഞ് വെക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൈകുന്നേരം നമുക്ക് ചെയ്ത് വെക്കാം. രാത്രിയിലോ നമ്മൾ കിച്ചണിലേക്ക് വരുന്ന ഒരു കുറച്ച് സമയം ഒരു 15 മിനിറ്റൊക്കെ നമുക്ക് മാറ്റി വെച്ച ഒരു ഉപ്പേരിയൊക്കെ അരിഞ്ഞ് വെച്ചാൽ അത് പിറ്റേ ദിവസം ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് കേട്ടോ. അങ്ങനെ ഒരു കുക്കിങ്ങിനും ക്ലീനിങ്ങിനൊക്കെ സ്പീഡില്ലാത്തവർ, പിന്നെ വയ്യാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവർ, പിന്നെ ചെറിയ കുട്ടികളുള്ളവർ, അവർക്കൊക്കെ അങ്ങനെ ഒന്ന് കരുതി വെച്ചാൽ ഒന്നും കൂടെ എളുപ്പമാവും കേട്ടോ, ലൈഫ് ഒന്നും കൂടെ സ്മൂത്തായിട്ട് പോയിക്കോളും. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ഹറിബറി എന്താ പറയുക, ഒരു ഭയങ്കര ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്യില്ല. നമുക്ക് കാമായിട്ട് തന്നെ ഒന്ന് സമാധാനമായിട്ട് തന്നെ നമുക്ക് കിച്ചണിൽ നിൽക്കുമ്പോഴും ജോലികൾ ചെയ്യാനും ഒക്കെ തോന്നും. പിന്നെ ബാക്കി ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്ന സമയം ഇപ്പോൾ രാവിലെ ഇതിൻ്റെ കൂടെ ചെയ്യണം, രാവിലെ തന്നെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമ്മളെപ്പോഴാണ് ഫ്രീ ആവുന്നത് ആ ഒരു സമയത്ത്, ഇപ്പോൾ വാഷ് മെഷീൻ കഴുകുക അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, ടീ പോയി തുടക്കുന്നത്, നമ്മൾ ഫ്രീ ആയി നിൽക്കുന്ന, നമ്മൾ എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് തോന്നുന്ന സമയത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ സെറ്റാക്കേണ്ടത് അങ്ങനത്തെ പ്ലാന്റ്, നമുക്ക് ഇപ്പോൾ അകത്തൊക്കെ പ്ലാന്റ് വെച്ചവരൊക്കെ ഉണ്ടാവും വെള്ളത്തിലും മണ്ണിലൊക്കെ. അപ്പോൾ അതൊക്കെ കെയർ ചെയ്യുന്ന ഒരു ഫ്രീ ടൈം നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത് ആ ഒരു സമയത്തൊക്കെ ചെയ്താലും മതി കേട്ടോ. നമ്മൾ ഈ പണീൻ്റെ ഇടയിലൂടെ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് ടൈം പോവുക. അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ എണീറ്റിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് 8 മണി മാക്സിമം, ഇപ്പോൾ പതുക്കെ ചെയ്യുകയാണ്, ഞാൻ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് 9 മണി, അതിനുള്ളിൽ നമുക്ക് കാര്യങ്ങളെല്ലാം ആ ഒരു ദിവസത്തെ എല്ലാ പണികളും നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യും. ചിലർക്ക് നേരത്തെ എണീക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല, ചിലർക്ക് നേരത്തെ എണീറ്റ് പണികളൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടം. അപ്പം ഞാൻ വീഡിയോയിൽ പറയുമ്പോൾ അധികം പേരും എന്നോട് കോൺടാക്ട് ചെയ്യുന്നവരൊക്കെ പറയലുണ്ട്, ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പറയലുണ്ട്, ജംഷി ഇപ്പം നല്ല എളുപ്പമാണ്, 8 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് എല്ലാ ജോലികളും തീരലുണ്ട്, ഭയങ്കര സമാധാനമാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ടൈമും കുട്ടികളുടെ കൂടെ ഇരിക്കാനും ഒക്കെ ഉള്ള എക്സ്ട്രാ ടൈമും കിട്ടുന്നുണ്ട്, താങ്ക് യു എന്നൊക്കെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്തവർക്കത് മനസ്സിലാവും കേട്ടോ. അങ്ങനെ നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റും, നമ്മളതായിട്ടുള്ള കുറേ ടൈം ഉണ്ടാവും. പിന്നെ ഇന്നിപ്പോൾ ഇതാ റഫീഖ വീട്ടിലുണ്ട്. അപ്പോൾ റഫീഖ കാപ്പി കുടിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടാ. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ, ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേ എണീക്കുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് എൻ്റെ പണികളെല്ലാം തീരും. പിന്നെ ആണുങ്ങൾ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ അറിയാലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടും അവിടെ ഇരുന്നിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട്, നമ്മളിവിടെ പണിയെടുക്കുമ്പോൾ അങ്ങോട്ട് വിളിക്കും, അവിടെ പണിയെടുക്കുമ്പോൾ ഇങ്ങോട്ട് വിളിക്കും, അങ്ങനെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാനും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഇരുന്നാൽ നമ്മൾക്കത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. മറ്റേത് അതെവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിവിടെയെന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് പുറത്തുനിന്ന് അലക്കാൻ റഫീഖാൻ്റെ പുതിയ കുറച്ച് ഡ്രസ്സുകളും എൻ്റെ കുറച്ച് ഡ്രസ്സുകളും എനിക്ക് കല്ലിൽ അലക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് അലക്കിയിട്ടിട്ട് വന്നു കേട്ടോ.
പുറത്ത് ആറിയിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം സക്സസ് ആവും എന്ന് പറയാൻ പറ്റില്ല. മഴ പെയ്യുമ്പോൾ എടുത്തിട്ട് മേലെ കൊണ്ടിടേണ്ടി വരും. കാരണം കല്ലിൽ അലക്കിയിട്ടതും കൂടെ അല്ലേ, അപ്പോൾ വെള്ളം ഉറ്റും. അതാണ് ഞാൻ മേലെ ഇടാത്തത്. പിന്നെ മേലെ ഫുള്ളായിട്ടുണ്ട്. എന്തായാലും മാക്സിമം മഴ പെയ്യുന്നവരെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ഒറോട്ടിയും ചിക്കൻ വറുത്തരച്ച കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി കറിയാണ്. അപ്പോൾ ഒറോട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പൊടി, എൻ്റെ കയ്യിൽ പൊടി തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഞാൻ പൊടി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതിലില്ല എന്തായാലും. അപ്പോൾ ആ പൊടി പച്ചവെള്ളത്തിൽ, ഒറോട്ടിപ്പൊടിയാണ്, പത്തിരിപ്പൊടിയല്ല, അത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒറോട്ടി ആകുമ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ. അതങ്ങ് പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് പിന്നെ ചുട്ടെടുക്കാനുള്ളതേ ഉള്ളൂ. ഇനി അതിലേക്ക് ഞാൻ വറുത്തരച്ച ചിക്കനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ മുന്നേയും ബീഫ് വറുത്തരച്ച കറി, ചിക്കൻ വറുത്തരച്ച കറിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യലാണ് കേട്ടോ. ഒന്നും കൂടി വേറെ രീതിയിലാണ് കാണിക്കുന്നത്. മാത്രമല്ല നമ്മൾ അടുപ്പിൽ തന്നെ, അതായത് ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെ വെച്ചിട്ട് കുക്കറിൽ ചെയ്യാതെ അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കുക്കറിൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകും മസാലപ്പൊടികളും എല്ലാം ഇട്ടിട്ട് എളുപ്പത്തിൽ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ നമ്മൾ ഗീ റൈസിനും പൊറോട്ടയ്ക്കും പത്തിരിക്കും ഒക്കെ ഒന്നും കൂടെ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു കറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള വെജീസൊക്കെ എടുത്തു വെച്ചു. ഇനിയിപ്പോൾ അതാ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. നമ്മളെ ഇൻഡസ് വാലിയിൽ നിന്ന് ഒരു 2 പാത്രങ്ങൾ വന്നിട്ടുണ്ട്. കിടിലൻ പാത്രമാണ് കേട്ടോ. ഇൻഡസ് വാലിയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്. നിങ്ങൾ കുറേ പേര് ഇൻഡസ് വാലിയിൽ പർച്ചേസ് ചെയ്യുന്നവർ തന്നെയാണ്. നല്ല അടികട്ടിയുള്ള നല്ല വെയിറ്റുള്ള കടായിയാണ് കേട്ടത്. പിന്നെ മറ്റേത് ഒരു ബിരിയാണി പോട്ടും. ഇൻഡസ് വാലിൻ്റെ പാത്രങ്ങൾ 100% ഹെൽത്തി കുക്ക് വെയർ ആണ് കേട്ടോ. 3 ലെയർ കോട്ടിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കട്ടിയാണ് അടിയിൽ വരുന്നത്. അടിയിൽ പിടിക്കുക എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഞാനിപ്പോൾ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇത് ഇൻഡസ് വാലിയിൽ നിന്ന് എടുത്തതല്ല, ഇത് മുന്നേ എൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ കുറേ പേര് ഈ സ്റ്റീലിൻ്റെ ഫ്രൈ പാൻ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചിട്ട്. ഞാനിവിടെ ജാംജുമെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ നല്ല കട്ടിയുള്ളൊരു പാനാണിതും. ആ ഒരു രീതിയിൽ കണ്ടപ്പോൾ ഞാൻ ഇതും ഓർഡർ ആക്കിയതാണ് കേട്ടോ. നിങ്ങൾക്കും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാമല്ലോ. അതുകൊണ്ട് പിന്നെ ഇവരുടെ പാത്രങ്ങൾ ഒരു കെമിക്കൽ കോട്ടിങ്ങും ഇവർ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ടോക്സിൻ ഫ്രീ ആണ്, ISO സർട്ടിഫൈഡ് ആണ്. കുട്ടികളുടെ ഹെൽത്തിനൊക്കെ വളരെ സേഫ് ആയിട്ടുള്ളൊരു കുക്ക് വെയറും കൂടിയാണ് കേട്ടോ അത്. പിന്നെ ഒരു കാര്യം, ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ വാങ്ങിച്ചാൽ എന്താ പറയുക, നമ്മൾ എത്ര കാലം ഉണ്ടോ അത്ര കാലം നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾക്കത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും കേട്ടോ. അത്ര കനവും നല്ല ക്വാളിറ്റി പാത്രങ്ങളുമാണ് കേട്ടോ. പിന്നെ മാസ്റ്റർ ഷെഫ്സും ഡോക്ടേഴ്സും ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പാത്രം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങൾ, ഇപ്പോൾ ഈ ഇൻഡസ് വാലി പാത്രങ്ങൾ നല്ല കനമുള്ള ബിരിയാണി പോട്ടാണ്. അപ്പോൾ നമുക്ക് ബിരിയാണി ഒന്നും വെക്കുമ്പോൾ മസാലയൊക്കെ വഴറ്റി ഉണ്ടാക്കാനും നമുക്ക് യൂസ് ചെയ്യാം. അടിയിൽ പിടിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. നല്ല അടിപൊളി രണ്ടിനും ലിഡും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നിങ്ങൾ വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കേണ്ട കാര്യം. കുറേ പേര് എന്നോട് റേറ്റ് ചോദിക്കുന്നതാണ്. പല ഐറ്റംസ് അതിലുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവരുടെ എന്താ പറയുക, ഇതിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ജംഷി 54321 ഇതാണ് നമ്മൾ കൂപ്പൺ കോഡ് വരുന്നത്. അപ്പോൾ ഈ കൂപ്പൺ കോഡ് ചോദിക്കുന്ന സ്ഥലത്ത് അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓൾറെഡി നമുക്ക് ഡിസ്കൗണ്ടിലാണ് കാര്യം, നിങ്ങൾക്കത് നോക്കുമ്പോൾ മനസ്സിലാവും. നല്ല ഡിസ്കൗണ്ടിലാണ് പാത്രങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ അത് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നമ്മൾ ഇതിൽ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 3 പച്ചമുളക് ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. നല്ല ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ വഴറ്റുമ്പോൾ സ്റ്റീലിൻ്റെ പാനിലൊക്കെ ആണെങ്കിലും അടി പിടിക്കൂലേ, അല്ലെങ്കിൽ ആ ഒരു പാന് കളർ ചേഞ്ച് ആവൂലേ, ഉള്ളി കരിഞ്ഞിട്ടില്ലെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി കേട്ടോ. അത്രയും എന്താ പറയുക, നിങ്ങൾക്ക് ഇതിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് കണ്ടോ, ഒന്ന് കളർ മാറിയിട്ടും കൂടെ ഇല്ല കേട്ടോ. സവാള നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ പാനിനും സവാളക്കൊന്നും കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ ഒരു തക്കാളി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തു. ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ കേട്ടോ. ഇതിൻ്റെ കൂടെ കിടന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ, എന്നിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ തക്കാളിയും കൂടെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്.
നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ നമ്മളെ പാനിൻ്റെ കാര്യം. പിന്നെ പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും. എന്താ പറയുക, അടി ഭയങ്കര കട്ടിയാണ് കേട്ടോ, കനാണ്. അപ്പോൾ ആ ഒരു ഹീറ്റ് നിന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മളെ സവാളയൊക്കെ വഴന്ന് വന്ന് എല്ലാം പെട്ടെന്ന് നമുക്ക് കുക്കായിട്ട് കിട്ടും. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും ഈ ഒരു സമയത്ത് ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. മസാല പൗഡർ ഇങ്ങനെ ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ 2 ടീസ്പൂൺ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നമുക്കൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കാരണം എക്സ്ട്രാ നമ്മൾ പച്ചമുളക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിനി കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി 2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ 1 ടീസ്പൂൺ ഫുള്ളായിട്ട്, ഇത് വലിയ ടേബിൾ സ്പൂണാണ്, നമ്മുടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിതിൽ നമ്മൾ തേങ്ങ വറുത്തരക്കുന്നതിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോ. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് മസാലപ്പൊടികളുടെ. നമ്മൾ കഴുകി ക്ലീൻ ചെയ്തിട്ടുള്ള 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ആ മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ 1 മിനിറ്റ് ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നല്ല ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മളിതിൽ ആദ്യം തന്നെ സവാളയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ചിക്കനിലേക്ക് മൊത്തത്തിലുള്ള ഉപ്പാണ് ആ സമയത്ത് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കുക. കടായി അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ കേട്ടോ. ആ ഒരു സമയം ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ, കുറച്ച് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1/2 കപ്പ് തേങ്ങയും, ഒരു 4 അല്ലി വെളുത്തുള്ളിയും, ഒരു 4 അല്ലി ചുവന്നുള്ളി, ചെറിയ ഉള്ളിയും, കുറച്ച് കറിവേപ്പിലയും, 1 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരുപാട് കളർ ചേഞ്ച് ആവുമൊന്നും വേണ്ട. ഇത് കണ്ടോ, ഒന്നിങ്ങനെ ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നാൽ മതി കേട്ടോ. തേങ്ങ ഒന്ന് ചെറിയ കളർ ചേഞ്ച് ആയി വന്നാൽ മതി. ആ ഒരു മെറൂൺ കളർ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ അത്രയും മതി. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ തണുത്ത് വരട്ടെ, ചിക്കൻ വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് സമയമുണ്ടല്ലോ. പത്തിരിക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കണം. വലിയ പാനിൽ വെച്ചിട്ട് ചുട്ടെടുക്കുന്നത് പെട്ടെന്ന് ചുട്ട് കഴിയും. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചിക്കൻ വേവുന്നൊക്കെ ഒരു സമയമുണ്ടല്ലോ. ആ ഒരു സമയത്ത് നമ്മുടെ അകത്തുള്ള കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ബെഡ്റൂമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ, ഒന്ന് മടക്കി വെക്കട്ടെ. ഈ ഒരു ബെഡ് ഞാൻ മുന്നേ കാണിച്ചിട്ടില്ലേ, ബെഡ്. അപ്പോൾ അത് ഞാൻ ഉംറക്ക് പോകുന്ന ആ ഒരു അന്നാന്ന് തോന്നുന്നു ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് എത്രയാണ് റേറ്റ് എന്നൊക്കെ. എനിക്കിതിന് റേറ്റ് വന്നത് 15 വന്നത്, 15,000 വന്നിട്ടുള്ള നമ്മളൊരു നല്ല ബെഡ് വാങ്ങുമ്പോഴുള്ള റേറ്റ് തന്നെയാണ് അതിന് വരുന്നത്. അവരതിൽ നല്ല ഓഫർ ഇട്ടിട്ടാണ് നമുക്ക് തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പക്ഷേ ഇതിൽ കിടന്ന എല്ലാവരും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ സ്റ്റിഫായിട്ട് നിർത്തും. അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പോഞ്ചി ആണെങ്കിലും നമ്മൾ സോഫ്റ്റായിട്ട് നിൽക്കുമെങ്കിൽ കൂടിയിട്ട് ഇങ്ങനെ കുഴിയിലേക്ക് പോകില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ നടുവേദന ഉള്ളവർക്കില്ലേ, ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണെന്ന് ഞാൻ പറയും ശരിക്കും. എമ്മ മാട്രസ് കേട്ടോ, അതാണ് ഒരു ജർമ്മൻ കമ്പനിയാണ്. ഞാൻ ജസ്റ്റ് എന്താ ബെഡ് ശരിക്കും ഓർമ്മയായി പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ബെഡൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി അടുത്ത് ഇങ്ങനെ എല്ലാ റൂമിലെയും ബെഡും പിരിച്ചിടുന്നുണ്ട്. പക്ഷേ എല്ലാം ഒന്നും നമ്മൾ കാണിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അടുത്ത റൂമിലെ ബെഡും കൂടെ ഒന്ന് വിരിച്ചിട്ടു. ഇന്നിപ്പോൾ തുടക്കാനൊന്നുമില്ല കേട്ടോ. ഇന്ന് അലക്കലായിരുന്നു. അത് രാവിലെ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് അത് തീർന്നു. ഇന്നിപ്പോൾ ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട്, ബെഡൊക്കെ ഒന്ന് ക്ലീനാക്കി ഒന്ന് ഒതുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മേലെയും താഴെയൊക്കെ ഒന്ന് അടിച്ച് വരാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നൊന്നും നമ്മൾ തുടക്കമില്ല. ഒരു 3-4 ദിവസം കൂടുമ്പോഴാണ് ഞാൻ തുടക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, തുടക്കുന്ന ദിവസമാണെങ്കിൽ മേലെ തുടക്കുന്ന ദിവസം താഴെ തുടക്കില്ല, താഴെ തുടക്കുന്ന ദിവസം മേലെ തുടക്കില്ല. അങ്ങനെയാണ് കേട്ടോ. 2 കൂടെ തുടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വേറെ പണികളും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യില്ല. വല്ലപ്പോഴും കുക്കിങ്ങൊന്നും ഇല്ലാത്തൊരു സമയത്തെ അങ്ങനെ രണ്ടും എന്തെങ്കിലും വീട്ടിലാരെയും വരിക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുക്കിങ്ങൊക്കെ നേരത്തെ തീർത്തിട്ട് അങ്ങനെ തുടക്കലുണ്ട്. മൊത്തത്തിൽ ഒന്ന് സെറ്റാക്കി വെക്കൂലേ. അപ്പോൾ അങ്ങനെ
അങ്ങനെ ചെയ്യുള്ളൂ. അല്ലാണ്ട് രണ്ടും സെപ്പറേറ്റ് തന്നെ വേറെ വേറെ ദിവസം തന്നെ കേട്ടോ ചെയ്യുക. ഇനിയിപ്പോൾ ഇതാ വാഷ് ബേസിനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. നമ്മൾ വാഷ് ബേസിനൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് ആ ഒരു ഹാൻഡ് വാഷ് ഇട്ടിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊരു ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. കാര്യം ഹാൻഡ് വാഷ് ഇട്ടിട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഏരിയ നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ബ്രഷ് അവിടെ ആ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഒരു കാണാത്ത സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇപ്പോൾ എപ്പോഴും അവർ യൂസ് ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഇടമാണ്. പക്ഷേ പെട്ടെന്നൊരാൾ വന്നാൽ നമുക്കൊരു ഇതാവാതെ എന്താ പറയുക, ആ ഒരു ബ്രഷ് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിലൂടെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓർമ്മ വരുന്ന സമയത്ത് നമുക്കതൊന്ന് ജസ്റ്റ് വേഗം ഒന്ന് ആ ഹാൻഡ് വാഷ് ഇട്ടിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. ഒരു കറ പിടിച്ച് അങ്ങനത്തെ ഒരു വൃത്തികേടിലേക്ക് അത് പോകില്ല. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അവിടെയുള്ള ആ ഒരു മിറർ തുടക്കുന്നത് ഞാൻ ഇതുപോലെ മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്തിട്ട് ഒന്ന് ഹാൻഡ് വാഷ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തുടക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് തുടച്ചെടുക്കാട്ടെ ചെയ്യുന്നത്. നിങ്ങൾ സാധാ ക്ലോത്ത് കൊണ്ട് തുടക്കുകയാണെങ്കിൽ ഒന്ന് തുടച്ചതിന് ശേഷം നമ്മൾ സോപ്പിൻ്റെ അതെല്ലാം കളഞ്ഞ് തുടച്ചതിന് ശേഷം ന്യൂസ് പേപ്പറില്ലേ അതിട്ടിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ പാടൊന്നും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ് കിട്ടും. അങ്ങനെ ചെയ്ത് നോക്കും കേട്ടോ. പിന്നെ മൈക്രോ ഫൈബർ ക്ലോത്ത് ആണെങ്കിൽ അത് തന്നെ മതി, വെള്ളത്തിൻ്റെ പാടൊന്നും ഉണ്ടാവില്ല, പൊടിയൊന്നും ഉണ്ടാവില്ല, നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ക്ലോത്ത് നല്ലതായിട്ട് നീറ്റായിട്ട് ഇരിക്കണം എന്ന് മാത്രം. ഇനിയിപ്പോൾ ഇതാ ഡൈനിങ് ടേബിൾ കൂടെ ഒന്ന് തുടക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ എന്നും എന്താ പറയുക തുടച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. വലിയ വൃത്തികേട് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ എന്നും ചെയ്യേണ്ടി വരും. അവർ വലിച്ചിട്ടിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അവർ അത്ര നമ്മൾ ശ്രദ്ധിക്കുന്ന മാതിരി അവർ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഡെയിലി തുടക്കേണ്ടൊക്കെ വരും. അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കതിൻ്റെ ആവശ്യമൊന്നും വരലില്ല കേട്ടോ. ജസ്റ്റ് പൊടിയാണ് ഉണ്ടാവുക. ആ ഒരു പൊടി ഇങ്ങനെ നമ്മൾ ഇപ്പോൾ അങ്ങനത്തെ ഏരിയകളൊക്കെ നമ്മളിങ്ങനെ തുടച്ചെടുക്കുമല്ലോ. പിന്നെ നമ്മളെന്തായാലും വലിയവരാകുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കുമല്ലോ. കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ എന്തായാലും എപ്പോഴും അടിക്കലും തുടക്കലൊക്കെ 2 നേരമൊക്കെ ചെയ്യുന്ന വീടുകൾ എനിക്കറിയാം കേട്ടോ. അപ്പോൾ അവരെ ഉദ്ദേശിച്ചല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ കുട്ടികളുള്ള വീടൊക്കെ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അവർ വലുതായി കഴിഞ്ഞാൽ അവരും കൂടെ ഉണ്ടാവുമല്ലോ ചെയ്യാൻ. അപ്പോൾ അതൊന്നും കൂടെ നല്ലതല്ലേ. ചിലർ പറയലുണ്ട് കുട്ടികളുള്ളതുകൊണ്ട് അങ്ങനെ പണിയെടുക്കാൻ പറ്റില്ല, ഇങ്ങനെ പണിയെടുക്കാൻ പറ്റില്ല എന്ന്. അതൊന്നും സാരമില്ല കേട്ടോ. നമുക്ക് മെയിൻ അവർ വളരുക, അവർ നല്ല ഹെൽത്തി ആയിട്ട് അവരെ നോക്കുക എന്നുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ അതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നു. നമ്മളെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് തേങ്ങ വറുത്ത് വെച്ചില്ലേ അതൊന്ന് അരച്ചിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനിയൊന്നുമില്ല, പാകത്തിന് വെള്ളം നമുക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് അത്രയും ആക്കിയെടുക്കുക. കറിയൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കുക. ഒരുപാട് ഇങ്ങനെ വെട്ടി തിളപ്പിക്കേണ്ട, ഇത്രയും മതി. അപ്പോൾ നമ്മളെ കറി സെറ്റായിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർത്തിട്ട് വെളിച്ചെണ്ണയിലൊന്ന് വറവിട്ടെടുക്കുക. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഞാൻ ചേർത്തിട്ടില്ല. ആദ്യമൊക്കെ നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതല്ലേ, അപ്പോൾ പിന്നെ വറവിട്ടെടുത്തിട്ടില്ല കേട്ടോ. നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ റൂട്ടിയും കൂടെ ഒന്ന് ഞാൻ ചുട്ടെടുക്കട്ടെ. എന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ അലക്കൽ കഴിഞ്ഞു, അതുപോലെ തന്നെ അടിച്ചു വാരൽ, തുടക്കൽ, വീടൊക്കെ നീറ്റാക്കി വെച്ചു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ റഫീക്കും എണീറ്റിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇപ്പോൾ ഒരു 9 മണി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലും നേരത്തെ പണികൾ നേരത്തെ എണീറ്റാൽ ഇതിലും നേരത്തെ 8 മണിയാകുമ്പോഴത്തേക്ക് 8:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയും നേരത്തെ നമ്മൾ എണീക്കുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേണം കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് സമയം വൈകുന്നത്. ഇപ്പോൾ കറക്റ്റ് 9 മണിയാണ് കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ. രാവിലെ എഗ്ഗും ഡേറ്റ്സും എല്ലാം കഴിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്കൊന്നും വലിയ വിശപ്പ് വരില്ല കേട്ടോ. ഒന്നുകിൽ എഗ്ഗ് കഴിക്കും, ഇല്ലെങ്കിൽ നേന്ത്രപ്പഴം കഴിക്കലുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചൊരു ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടി നോക്കലുണ്ട് രാവിലെ എന്തെങ്കിലും ഒന്ന്. പിന്നെ ഇപ്പോൾ നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയും ഒറോട്ടിയും കൂട്ടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നല്ല ടേസ്റ്റാട്ടോ ഈ കറി. അറിയാലോ നമ്മൾ ഈ അടുപ്പത്ത് വെച്ചിട്ട് കുക്കറിൽ വെക്കാതെ ചിക്കൻ കറി ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയമൊക്കെ വെറുതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മളെ കാൻഡി ബൗളില്ലേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഡേറ്റ്സ് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ 2 കാര്യം കേട്ടോ. കാര്യം നമ്മളിത് കാണുമ്പോൾ കഴിക്കും. ചോക്ലേറ്റ് ഇട്ട് വെച്ചാൽ നമ്മൾ അങ്ങനെ ആരും കഴിക്കൊന്നുമില്ല. കുട്ടികളൊക്കെ വരുമ്പോൾ അല്ലേ എടുക്കുള്ളൂ. പിന്നെ ഇതിട്ട് വെച്ചാൽ ഇത് കാണുന്ന സമയത്ത് 1-2 എടുത്തിട്ട് കഴിക്കൂട്ടാ. ഈത്തപ്പഴം കഴിക്കാൻ മടി ഉണ്ടാവുമല്ലോ. കഴിച്ചാൽ നല്ലതാണ്, പക്ഷെ കഴിക്കാൻ മടിയായിരിക്കും. 1-2 ഇങ്ങനെ കാണുമ്പോൾ എടുത്ത് കഴിച്ചോളൂ എല്ലാവരും.
അപ്പോൾ അതിന് ശേഷം എനിക്ക് വീഡിയോൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എഡിറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാനിതൊരു 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കിച്ചണിലേക്ക് വന്നപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസാണ്. റഫീക്ക് രാവിലെ തന്നെ അതിനുള്ള വെജിറ്റബിൾസും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസും പിന്നെ ഗോബി മഞ്ചൂരിയനും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മളെ റൈസ് ഞാൻ അരമണിക്കൂർ, ഞാൻ ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകിയിട്ടൊരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിച്ചു, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു, ആവശ്യത്തിലുള്ള ഉപ്പും റൈസിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ അരി ഊറ്റിയിട്ട് അത് ചേർത്ത് കൊടുത്തു. ഇനി റൈസ് പൊട്ടിപ്പോകാതെ എന്നാൽ അത്യാവശ്യം സോഫ്റ്റായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. ആ ഒരു സമയത്ത് നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണി പോട്ടിലാണ് ഇന്ന് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫ്രൈഡ് റൈസൊക്കെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അടിയിലൊന്നും പിടിക്കാത്തതുകൊണ്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ അതിൽ തന്നെ ഞാൻ റൈസ് വേവിക്കാനും കൂടെ വെച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ റൈസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. റൈസ് വെന്ത് വരുമ്പോൾ ഒന്നിങ്ങനെ വളഞ്ഞ് വരും. ആ ഒരു സമയം വരെ വേവിക്കണം, എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ, അങ്ങനെ ഡ്രൈ ആയിട്ട് പോകില്ല. ഇനിയിപ്പോൾ നമ്മൾ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കോളിഫ്ലവർ ഞാൻ ക്ലീൻ ചെയ്ത് തിളച്ച വെള്ളത്തിലും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ച് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് ഒരു വലിയ കോളിഫ്ലവറിൻ്റെ പകുതി ഉണ്ട് കേട്ടോ. അതിലേക്ക് ഒരു അരക്കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അരക്കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കോട്ടിങ് മസ്റ്റാണ് കേട്ടോ, എന്നാലാണ് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ടൈപ്പ് ഗ്രേവി നമുക്ക് കിട്ടുക, ആ ഒരു ടൈപ്പ് ഗോബി മഞ്ചൂരിയൻ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. ഇനിയിപ്പോൾ 2 ടീസ്പൂൺ ഫുള്ളായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സാധാ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ്, ഒട്ടും എരിവില്ലാത്ത മുളക് പൊടിയാണേ. ഇനി ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മൈദയൊക്കെ ചേർത്ത് കൊടുത്തതല്ല, അപ്പോൾ കുറച്ച് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക, അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പതുക്കെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നല്ലൊരു കോട്ടിങ്ങൊക്കെ ആയിട്ട് വരണം. ഞാൻ കാണിച്ചു തരാം. ആ രീതിയിൽ ആക്കിയെടുത്താലാണ് ആ ഒരു കോളിഫ്ലവറിന് ചെറിയൊരു ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു കോട്ടിങ്ങൊക്കെ കിട്ടുക കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനാവശ്യത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. അപ്പോൾ സാധാ ഓയിലായാലും സൺഫ്ലവർ ഓയിലായാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇങ്ങനെ വിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഒന്നിച്ചിട്ട് കൊടുത്താൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് അങ്ങനെ കട്ടയായിട്ട് നിൽക്കും. അങ്ങനെ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എല്ലാം ഒന്നിങ്ങനെ ഒട്ടിപ്പിടിച്ചതുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്താൽ എല്ലാം ഒന്ന് റെഡി ആയിക്കോളും. എന്നിട്ട് പെട്ടെന്ന് തന്നെ കുക്കാക്കി 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്കാക്കി എടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇത് കണ്ടോ, അപ്പോൾ ഇത്രയും ആവശ്യമുള്ളൂ. നല്ല കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ട്രിപ്പായിട്ടാണ് നമ്മളെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അടുത്ത ട്രിപ്പും കൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ മൊത്തം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ ഗ്രേവിയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ റെഡിയാക്കി വെക്കുക കേട്ടോ. കുക്കിംഗ് നമുക്ക് പെട്ടെന്ന് പറ്റും. ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ്. സെയിം പാനിൽ അതിൽ നിന്ന് തന്നെ കുറച്ച് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ അതിൽ വെച്ചു. ബാക്കി ഓയിൽ ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് അതിലേക്ക് ഒരു സവാളേൻ്റെ പകുതിയും കുറച്ച് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ടും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ട് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഒനിയൻ ചേർക്കേണ്ട കാര്യമില്ല, സവാള ചേർക്കേണ്ട കാര്യമില്ല, അതന്നെ അത്യാവശ്യത്തിനുണ്ടാകും. എൻ്റെ അത് കുറച്ചേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാനൊരു സവാളേൻ്റെ പകുതി ചേർത്ത് കൊടുത്തു. 1 മിനിറ്റ് നമുക്ക് സോഫ്റ്റായിട്ട് വരട്ടെ കേട്ടോ, സവാള ചേർത്തത് കൊണ്ടാണ്. അതിനുശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു 10 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് ചെറുതായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്യുക, ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇതും കൂടെ ചേർത്തിടുക. ഒന്ന് സോഫ്റ്റായിട്ട് 1 മിനിറ്റ് ഒന്ന് സോഫ്റ്റാക്കി എടുക്കുക കേട്ടോ. അത്രയും മതി, പെട്ടെന്ന് കുക്കിംഗ് കഴിയുക. ഇനിയിപ്പോൾ കുറച്ച് അധികം ഒരു 3-4 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ടൊമാറ്റോ സോസ് എൻ്റെ അടുത്ത് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ അതുകൊണ്ട് വേറൊരു ബോട്ടിലുള്ള കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ടൊമാറ്റോ സോസാട്ടോ, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തു. ശേഷം റെഡ് ചില്ലി സോസോ അല്ലെങ്കിൽ എന്താ പറയുക
ചില്ലി സോസ് അല്ലേ, ഗ്രീൻ ചില്ലി, രണ്ടായാലും കുഴപ്പമില്ല. രണ്ടിലേതെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രേ ആവശ്യമുള്ളൂ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റൊന്നും വേണ്ട കേട്ടോ, വഴറ്റൊന്ന് കുക്കാക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നേ ഉള്ളൂ. അതിനുശേഷം ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഈ സോസും കാര്യങ്ങളൊക്കെ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പ് ഞാൻ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ചധികം വെള്ളം ചേർത്തിട്ട് ഒന്ന് കലക്കിയെടുത്തത് ചേർത്ത് കൊടുത്തു. അതിലേക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ക്യാപ്സിക്കം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാര്യം ക്യാപ്സിക്കം ഒട്ടും കുക്കായി വരരുത്, കുക്കായ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തത്. ഇനി മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ കുറേ അധികം വെള്ളം ഉണ്ടെന്ന് വിചാരിക്കേണ്ട, ഇത് തിക്കായിട്ട് വരും. നമ്മൾ കോൺഫ്ലവർ കലക്കിയതല്ലേ, 1 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തില്ലേ, ഇത് തിളക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ തിള വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാനിതാ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ. അത് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഇതാ ഗ്രേവിയൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കോളിഫ്ലവറൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും കറക്റ്റ് ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ഒരു സെമി ഗ്രേവിയിൽ കിട്ടും കേട്ടോ. ഡ്രൈ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം കുറച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള കിട്ടും. നമുക്ക് ഈ ഒരു ചെറിയൊരു ഗ്രേവി ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ കോളിഫ്ലവർ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു. കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് ഇനി കുക്കാവാനോ തിളപ്പിക്കാനോ ഒന്നും നിൽക്കണ്ട, ജസ്റ്റ് മിക്സ് ആക്കി കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടില്ലേ, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിതാ ഞാൻ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് എടുത്ത് വെക്കാം കേട്ടോ. ഞാൻ മറന്നുപോയി, ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തു. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ജസ്റ്റ് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി നല്ല കിടിലൻ ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയല്ല. എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോ. ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ഒരു രീതിയിലുള്ള ഗോബി മഞ്ചൂരിയൻ റെസിപ്പി ആട്ടോ നിങ്ങൾക്ക് ഞാൻ തന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാം, മറന്നു പോകരുത് കേട്ടോ. കമൻറ്റായിട്ട് അറിയിക്കുക എന്തായാലും. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഒന്ന് റെഡിയാക്കുന്നത് ജസ്റ്റ് പണിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട്, വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. അത് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു ചെറിയ സവാളേൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ആ സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ചിലർ സവാള ചേർത്ത് കൊടുക്കില്ല, പക്ഷേ സവാള ചേർത്ത് കൊടുത്താൽ റൈസിന് നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി കുറച്ച് ബീൻസും ക്യാരറ്റും കുറച്ചധികം ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. അത് ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ വീഡിയോ മിസ്സായി പോയതാണ്. ഒക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പ് അത് മാത്രം ചേർത്ത് കൊടുക്കുക. റൈസിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കുമ്പോഴും നമ്മൾ സോസിലൊക്കെ ഉപ്പുണ്ട്, അത് ശ്രദ്ധിക്കണേ, പാകത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ എല്ലാം സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ബീൻസും ക്യാരറ്റും ഒന്ന് കുക്കാവാൻ അടച്ചു വെക്കുക, ഒന്നും വേണ്ട. ഹൈ ഫ്ലെയിമിൽ മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. നമ്മൾ റൈസെല്ലാം ഒന്ന് കുടഞ്ഞെടുക്കുന്നുണ്ട്, ആ ഒരു സമയത്ത് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. ഇനി നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ റൈസില്ലേ, അത് പൊട്ടിപ്പോവൊന്നും ചെയ്യില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. നമ്മൾ ആ രീതിയിൽ റൈസ് വേവിച്ചെടുത്താൽ അതും കൂടെ ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുന്ന ഒരു ടിപ്പാണത്. നമ്മുടെ റൈസിന് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തവി കൊണ്ടൊന്നും ഇളക്കിയെടുക്കരുത്, ഇതുപോലെ ഇങ്ങനെ തട്ടി എടുക്കുക കേട്ടോ. നമ്മളെ ബിരിയാണി പോട്ട് അതിന് ബെസ്റ്റാണ് കേട്ടോ. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുകയും ചെയ്യുക, നല്ല ഈസി ആയിട്ട് ആക്കാനും പറ്റുന്നുണ്ട്. അടി പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള റൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കളർ മാറ്റോ ഡാർക്കിലേക്ക് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ ഇത് രണ്ടും കോംബോ പറയേണ്ട കാര്യമില്ല, കിട്ടിയതിന് ടേസ്റ്റാണ്, നല്ല കോംബോ ആണ്. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനതാണ് 12 മണി കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് വന്നത്. നമുക്ക് എന്താ പറയുക, ഇതൊക്കെ ചൂടോടെ കഴിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലോറ് നിസ്കരിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. നല്ല ചൂടോടെ തന്നെ കഴിക്കണം, അതാണ് ഗോബി മഞ്ചൂരിയൻ്റെ ഒക്കെ ടേസ്റ്റ് കേട്ടോ. ഗീ റൈസ്, ഫ്രൈഡ് റൈസ്, പൊറോട്ട, അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ കോമ്പിനേഷനായിട്ട് പോകട്ടോ ഗോബി മഞ്ചൂരിയൻ. അപ്പോൾ എന്തായാലും എല്ലാവരും വെജിറ്റേറിയൻസ് ആയാലും നോൺ വെജിറ്റേറിയൻസ് ആയാലും എന്തായാലും ട്രൈ ആക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ലഞ്ച് കഴിക്കട്ടെ.
അപ്പോൾ അങ്ങനെ ലഞ്ച് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കിച്ചൺ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയതാ. അങ്ങനെ കുക്കിങ്ങിൻ്റെ മുന്നേ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പാത്രം കഴുകൽ അങ്ങനത്തെയൊക്കെ തീർക്കും. അപ്പോൾ വലിയ ക്ലീനിങ് ഒന്നുമില്ല, എന്നാലും ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ എണീക്കുമ്പോൾ കുറേ പേര് ചോദിക്കലുണ്ട് അത് ഉറങ്ങലുണ്ടോ. ഞാൻ എന്തായാലും ഉറങ്ങും കേട്ടോ. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറങ്ങാണ്ടിരിക്കുള്ളൂ, അല്ലെങ്കിൽ 1 മണിക്കൂറോ ചിലപ്പം 1-2 മണിക്കൂർ എന്തായാലും കിടന്ന് ഉറങ്ങുക തന്നെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പം അത് എന്നാലേ നമുക്ക് പിറ്റേ ദിവസം അതുപോലെ തന്നെ എനർജിയോട് കൂടിയിട്ട് ആ ഒരു സമയത്ത് 4 മണിക്കൊക്കെ എണീക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുള്ള ഞാൻ കുറച്ച് ഹോർലിക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. റഫീക്ക് പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ, എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞാനും വാവയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ഹോർലിക്സ് ഉണ്ടാക്കിയെടുക്കാം. മധുരമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മളെ ഹോർലിക്സിൻ്റെ ആ ഒരു പൗഡറിൽ തന്നെ അത്യാവശ്യം ഷുഗർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ക്ലൈമറ്റ് നല്ല തണുപ്പുമുണ്ട്, അതുപോലെ തന്നെ ഒരു മൂടിയ കാലാവസ്ഥയാണ് കേട്ടോ. നമുക്ക് ഇടയ്ക്ക് ചാറ്റൽ മഴ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചായ കുടിക്കാനും അങ്ങനത്തെ ഒരു ടെൻഡൻസി വരും അല്ലേ. ഈ ഒരു സമയത്ത് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാനും അങ്ങനെയൊക്കെ. നമ്മളിവിടെ സ്നാക്സ് ഒന്നും കൊണ്ടുവെക്കലേ ഇല്ല കേട്ടോ. ഇതിപ്പോൾ റഫീക്കൊക്കെ ഉള്ള ഒരു പരിചയമുള്ള വീട്ടിൽ റഫീക്ക പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ കൊടുത്തതാണ് കേട്ടോ. അവരുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ആക്കിയെടുത്തിട്ടുള്ള ചക്കപ്പൊരിയില്ലേ, അപ്പോൾ അതാണ്. കഴിച്ചായിരുന്ന് കഴിച്ചു കേട്ടോ ഈ സംഭവം. അതാണ് നമ്മൾ കൊണ്ടുവെക്കാത്തതും. കാര്യം അതൊക്കെ കണ്ടാൽ ചായ വെക്കണം, അത് കഴിക്കണം എന്നുള്ള ആ ഒരു ടെൻഡൻസി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊണ്ടുവെക്കലേ ഇല്ല വീട്ടിൽ. ഇനിയിപ്പോൾ ഒന്നുമില്ല, അതൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കുക. ഇനിയിപ്പോൾ മഴയൊന്നും ഇല്ലെങ്കിൽ, ചാറ്റൽ മഴയൊന്നും ഇല്ലെങ്കിൽ കുറച്ച് നേരം ചെടിയിലിറങ്ങും. പിന്നെ വൈകുന്നേരത്ത് കുറച്ച് റൈസ് ഉണ്ട്, എന്നാലും കുറച്ചൊരു 4-5 ചപ്പാത്തി ഒന്നും ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക, അത് മറന്നു പോകല്ലേ. അപ്പോൾ ഇൻഡസ് വാലിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.